ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വയറിംഗ് ആണ്. വയറിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ സിസ്റ്റം ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ വയറിംഗ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് വയറിങ്ങും അതുപോലെ വയറിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൊമസ്റ്റിക് വയറിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് റൂൾസും ഒക്കെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. വയറിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഡിവൈസസ് അല്ലെങ്കിൽ എന്തൊക്കെ ഉൾപ്പെടും എന്നുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ വയറ്, സ്വിച്ചസ്, സോക്കറ്റ്സ്, ഫ്യൂസസ്, ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്സ് എല്ലാം ചേർന്നിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഈ വയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വയറിംഗ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. മെയിൻ ആയിട്ട് 5 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ക്ലീറ്റ് വയറിംഗ്, കേസിംഗ് ആൻഡ് കേപ്പിംഗ് വയറിംഗ്, ബാറ്റൺ വയറിംഗ്. ബാറ്റൺ വയറിംഗിന്റെ തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള 2 നെയിമിങ്സ് കൂടെ നോട്ട് ചെയ്ത് വെക്കുക. CTS വയറിംഗ് ഓർ TRS വയറിംഗ്. പിന്നെ വരുന്നത് കോൺഡ്യൂട്ട് വയറിംഗ് ആൻഡ് ദെൻ ലെഡ് ഷീറ്റ് വയറിംഗ്. നമുക്ക് ഓരോ വയറിങ്ങും അതിന്റെ സ്പെസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലീറ്റ് വയറിംഗ് ആണ്. റൈറ്റ് സൈഡിൽ അതിന്റെ ഒരു പിക്ചർ നമുക്ക് കാണാം ക്ലീറ്റ് വയറിംഗിന്റെ. ഈ ക്ലീറ്റ് വയറിംഗ് എന്ന് പറയുന്നത് വയേഴ്സ് ആർ ലെയ്ഡ് ഓൺ പോർസലൈൻ ക്ലീറ്റ്സിലുമാണ് വയേഴ്സ് ലേ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് മെയിൻലി ഫോർ ടെമ്പററി ഇൻസ്റ്റാളേഷൻസ്. ചീപ്പാണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസിയുമാണ്, പക്ഷേ ലോങ് ടേം യൂസിന് സ്യൂട്ടബിൾ അല്ല. ഓക്കെ, അപ്പൊ ക്ലീറ്റ് വയറിംഗ് ടെമ്പററി ഇൻസ്റ്റാളേഷൻസിലാണെന്നുള്ളത് ഓർത്ത് വെക്കണം. പിന്നെ ലോങ് ടേം യൂസിന് സ്യൂട്ടബിൾ അല്ല എന്നുള്ളതും ഓർത്ത് വെക്കാം. കേസിംഗ് ആൻഡ് കേപ്പിംഗ് ആണ് അടുത്തത് വരുന്നത്. കേസിംഗ് ആൻഡ് കാപ്പിംഗിൽ നമ്മൾ എന്താണ് ഇതുപോലെ ഈ പിക്ചറിൽ കാണുന്ന പോലെ വുഡിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ കേസിംഗിലാണ് നമ്മൾ കണ്ടക്ടേഴ്സ് വെച്ച് കവർ ചെയ്യുന്നത്. നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് അതിന്റെ സ്പെസിഫിക്കേഷൻ. കണ്ടക്ടേഴ്സ് റൺ ഇൻസൈഡ് വുഡൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കേസിംഗ് കവേർഡ് വിത്ത് എ കേപ്പിംഗ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഓഫേഴ്സ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ. വയറ് നേരിട്ട് പുറത്തുള്ളതിനേക്കാളും എന്തായാലും കുറച്ച് പ്രൊട്ടക്ഷൻ കൂടുതൽ കിട്ടുമല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. മെക്കാനിക്കലി നോക്കുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ കുറച്ചും കൂടി ബെറ്റർ ആണ്, പക്ഷേ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ് ആണിത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ കുറവായിട്ട് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത് വരുന്നുള്ളൂ. അടുത്തതാണ് ബാറ്റൺ വയറിംഗ് അല്ലെങ്കിൽ CTS ഓർ TRS വയറിംഗ് എന്ന് പറയുന്നത്. ബാറ്റൺ വയറിംഗിന്റെ ആണ് പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. വുഡൻ അല്ലെങ്കിൽ ബാറ്റൺ വയറിംഗിന്റെ ആണ് ഡയഗ്രാം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വയേഴ്സ് വുഡൻ ബാറ്റൺസ്മേ ക്ലിപ്സ് യൂസ് ചെയ്ത് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസിയാണ്, മോഡറേറ്റ് കോസ്റ്റും ആണ്, സ്യൂട്ടബിൾ ഫോർ ഇൻഡോർ യൂസ്. ഇൻഡോർ യൂസിനാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ള പോയിന്റ് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വയറിംഗ് എന്ന് പറയുന്നത് കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. കോൺഡ്യൂട്ട് വയറിംഗിന്റെ കേസിൽ വയേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് PVC ഓർ മെറ്റൽ പൈപ്സ്. അതിനെയാണ് നമ്മൾ കോൺഡ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ വയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക. അത് ബെസ്റ്റ് സേഫ്റ്റി ആൻഡ് അപ്പിയറൻസ്, നല്ല അപ്പിയറൻസും തരും, അതുപോലെ തന്നെ ഇറ്റ്സ് സേഫ് ഓൾസോ. ഓക്കെ, മോഡേൺ ഹൗസസിലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺഡ്യൂട്ട് വയറിംഗ് ആണ്. കോൺഡ്യൂട്ട് വയറിംഗ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സർഫസ് ഉണ്ട്, പിന്നെ കൺസീൽഡ് വയറിംഗ് ഉണ്ട്. സർഫസ് വയറിംഗ് എന്ന് പറയുമ്പോൾ സർഫസ് കോൺഡ്യൂട്ട് വയറിംഗ് എന്ന് പറയുമ്പോൾ കോൺഡ്യൂട്ട്സ് നമ്മൾ വാൾസുമേ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് വയർ അതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുക്കുന്നത്. അതേസമയം കൺസീൽഡ് വയറിംഗ് ആണെങ്കിൽ കോൺഡ്യൂട്ട്സ് വാൾസിന്റെ ഉള്ളില് ഹിഡൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റില്ല. ലാസ്റ്റ് വൺ ഈസ് ലെഡ് ഷീറ്റ് വയറിംഗ്. ലെഡ് ഷീറ്റ് വയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ റൈറ്റ് സൈഡിൽ അതിന്റെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. കണ്ടക്ടർ ഏറ്റവും ഉള്ളിലാണ്. അതിന്റെ പുറത്ത് നമുക്ക് ഇൻസുലേഷനും ബെഡിങ്ങും ആർമറും ഷീത്തും കൊടുത്തിട്ടുണ്ട്. അത്തരത്തില് ഹൈ പ്രൊട്ടക്ഷൻ കിട്ടുന്ന തരത്തില് ബിൽഡ് ചെയ്യുന്നതാണ് എന്ത് ലെഡ് ഷീറ്റ് വയറിംഗ് എന്ന് പറയുന്നത്. വയേഴ്സ് കവേർഡ് വിത്ത് ലെഡ് ഷീറ്റ് ടു പ്രിവെന്റ് മോയ്സ്ചർ എൻട്രി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെഡ് ഷീറ്റ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഡ്യൂറബിൾ ആണ്, പക്ഷെ എക്സ്പെൻസീവും ആണ്, ഹെവി ആയിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള റൂൾസ് ഫോർ ഡൊമസ്റ്റിക് വയറിംഗ് ആണ്. ഡൊമസ്റ്റിക് വയറിംഗിന്റെ റൂൾസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമുക്ക് വരുന്ന സപ്ലൈ എന്ന് പറയുന്നത് 230 വോൾട്ട് 50 ഹെഡ്സ് ആണ്. ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്.
ഓരോന്നും എന്താണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഓരോ റൂൾസിന്റെ അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, റൂൾ നമ്പർ 29 വെച്ച് സേഫ് കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് വയറിംഗ് ആണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. റൂൾ നമ്പർ 30 വെച്ചിട്ട് പ്രോപ്പർ ലൊക്കേഷൻ ഓഫ് സർവീസ് ലൈൻസ് ആൻഡ് അപ്പാരറ്റസ്. റൂൾ നമ്പർ 31 ആണ് മെയിൻ സ്വിച്ച് അല്ലെങ്കിൽ കട്ട് ഔട്ട് നിയർ എൻട്രി പോയിന്റിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത്. റൂൾ നമ്പർ 45 ആണ് ഗൈഡ് ലൈൻസ് ഫോർ ലേയിങ് സപ്ലൈ ലൈൻസ്. റൂൾ നമ്പർ 46 മാൻഡേറ്ററി എർത്തിങ് ഇൻസ്റ്റാളേഷനെ പറ്റി പറയുന്നത് റൂൾ നമ്പർ 46 ആണ്. റൂൾ നമ്പർ 48 ആണെങ്കിൽ വയർ സ്റ്റാൻഡേർഡും സെലക്ഷനും ഒക്കെയാണ് പറയുന്നത്. റൂൾ നമ്പർ 49 ലൈവ് വയർ ഷുഡ് ബി സ്വിച്ച് കൺട്രോൾഡ് എന്നുള്ളത് പറയുന്നത്. റൂൾ നമ്പർ 50 വരുന്നതാണ് സെപ്പറേറ്റ് കൺട്രോൾ ഫോർ ലൈറ്റിംഗ് ആൻഡ് പവർ സർക്യൂട്ട്സ്. ഇത് രണ്ടും നോക്കി വെച്ചേക്കാം കേട്ടോ. പിന്നെ റൂൾ നമ്പർ 50A എന്ന് പറയുന്നതാണ് എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ, നമ്മുടെ ELCB ഒക്കെ വരുന്നത് കേട്ടോ. അതും ഒന്ന് നോക്കി വെച്ചിരിക്കുക. റൂൾ നമ്പർ 61 ആണ് എർത്തിങ് ഓഫ് ഓൾ മെറ്റൽ അപ്ലയൻസസ് പറയുന്നത്. റൂൾ നമ്പർ ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റെഫർ ചെയ്തപ്പോഴും. അപ്പൊ നമ്മൾ പറഞ്ഞു ലൈറ്റിംഗ് സർക്യൂട്ടും പവർ സർക്യൂട്ടും ഉണ്ട്. ഈ രണ്ട് ഭാഗത്തു നിന്നാണ് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതായത് ലൈറ്റിംഗ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ലൈറ്റ്സ്, ഫാൻസ്, ബെൽസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അതായത് ലോ വാട്ടേജ്, ലോ പവർ ഡിവൈസസിന് വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും. പവർ സർക്യൂട്ട്സ് എന്ന് പറയുന്നത് ഹൈ പവർ അപ്ലയൻസസ് ലൈക്ക് AC, ഗീസർ, ഓവൻ അങ്ങനത്തെ ഒക്കെ അപ്ലയൻസസിന്, ഹൈ പവർ അപ്ലയൻസസിന് യൂസ് ചെയ്യുന്നതാണ് പവർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ മാക്സിമം പോയിന്റ്സ് പെർ സർക്യൂട്ട് പഠിച്ചു വെക്കണം. 10 പോയിന്റ്സ് ആണ് ലൈറ്റിംഗ് സർക്യൂട്ടിന് വരുന്നത്. പവർ സർക്യൂട്ടിന് ജസ്റ്റ് 1 പോയിന്റ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മാക്സിമം ലോഡ് പെർ സർക്യൂട്ട് 800 വാട്ട്സ് ആണ് ലൈറ്റിംഗ് സർക്യൂട്ടിന്റെ കേസിൽ. അതേസമയം പവർ സർക്യൂട്ടിന്റെ കേസിൽ 3 kW അല്ലെങ്കിൽ 3000 വാട്ട് ആണ് വരുന്നത് മാക്സിമം ലോഡ് പെർ സർക്യൂട്ട് എന്ന് പറയുന്നത്. MCB റേറ്റിംഗ് ഇവിടെ 6 ആംപിയർ, ഇവിടെ 16 ആംപിയർ ഓർ 20 ആംപിയർ. പിന്നെ മിനിമം വയർ സൈസ് എന്ന് പറയുന്നത് ലൈറ്റിംഗ് സർക്യൂട്ടിന് 1.5 mm² ആണ്. ഇവിടെ 2.5 mm², അപ് ടു 6 mm² വരെ ഹയർ ലോഡ്സിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ മെൻഷൻ ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, കാരണം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. നമുക്ക് ഈ പർട്ടിക്കുലർ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. First question, most commonly used wiring system in electrical wiring installation. Electrical wiring installation most commonly use ചെയ്യുന്ന വയറിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ B ആണ്. റിംഗ് മെയിൻ സിസ്റ്റം ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി നമ്മുടെ ഡൊമസ്റ്റിക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഇൻസ്റ്റാളേഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് റിംഗ് മെയിൻ സിസ്റ്റം ആണ്. ട്രീ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ലോഡ്സിന്റെ കേസിലാണ്. അതായത് മെയിൻ ബോർഡിൽ നിന്ന് ഇൻഡിവിജ്വലി നമ്മൾ സപ്ലൈ ചെയ്യുന്ന ലോഡ്സ് ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ട്രീ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വയറിംഗ് മെത്തേഡ് അല്ല. പിന്നെ നൺ ഓഫ് ദിസ് ആണ്. അപ്പൊ ഇതിലത്തെ ഓപ്ഷൻ വരുന്നത് റിംഗ് മെയിൻ സിസ്റ്റം ആണ്, ഓപ്ഷൻ B. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെറ്റാലിക് ഷീത്ത് is provided in cable to safeguard against. നമ്മളിത് പറഞ്ഞപ്പോഴേ പറഞ്ഞിരുന്നു ലെഡ് ഷീറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മോയ്സ്ചർ കണ്ടന്റിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ B, മോയ്സ്ചർ കണ്ടന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് വയറിംഗ് വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ ആൻഡ് പോളിവിനൈൽ ക്ലോറൈഡ് PVC ഇൻസുലേറ്റഡ് വയേഴ്സ് ആർ യൂസ്ഡ് ആസ് കണ്ടക്ടേഴ്സ്? കണ്ടക്ടേഴ്സ് ആയിട്ട് നമ്മൾ PVC ഇൻസുലേറ്റഡ് വയേഴ്സോ വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ VIR വയേഴ്സോ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് വയറിംഗിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ B, ക്ലീറ്റ് വയറിംഗ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following wiring system has large lifespan? ലാർജ് ലൈഫ് സ്പാൻ വരുന്ന വയറിംഗ് സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏറ്റവും ലാർജ് ലൈഫ് സ്പാൻ വരുന്നത് കോൺഡ്യൂട്ട് പൈപ്പ് വയറിംഗ് ആണ്. അത് നമ്മൾ പഠിച്ചപ്പോഴേ പറഞ്ഞിരുന്നു, സേഫ് ആണ്, അതുപോലെ തന്നെ ലോങ്ങർ ലൈഫ് ആണെന്നുള്ളത്. അപ്പോൾ
ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? കോൺഡ്യൂട്ട് പൈപ്പ് വയറിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് വാർണിഷ് യൂസ്ഡ് ഫോർ കേസിംഗ് ആൻഡ് കേപ്പിംഗ് വയറിംഗ് സിസ്റ്റം. കേസിംഗ് ആൻഡ് കേപ്പിംഗ് വയറിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന വാർണിഷിന്റെ പേര് പഠിച്ചു വെക്കുക. പ്യുവർ ഷെല്ലാക്ക് വാർണിഷ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻസുലേറ്റിംഗ് ആൻഡ് പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആയിട്ട് ആക്ട് ചെയ്യും ഈ വാർണിഷ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്മൂത്ത് ഫിനിഷ് കൊടുക്കും, മോയ്സ്ചർ അബ്സോർപ്ഷൻ പ്രിവെന്റ് ചെയ്യുക, പിന്നെ ഡ്യൂറബിലിറ്റി, അപ്പിയറൻസ് അതിനൊക്കെ എൻഹാൻസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഈ പ്യുവർ ഷെല്ലാക്ക് വാർണിഷ് നമ്മൾ കേസിംഗ് ആൻഡ് കേപ്പിംഗ് വയറിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യണോണ്ടുള്ള അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ക്ലീറ്റ് വയറിംഗ് സിസ്റ്റം. ക്ലീറ്റ് വയറിംഗ് സിസ്റ്റത്തിന്റെ കാര്യം നമുക്ക് നോക്കി നോക്കാം. ഡ്യൂറബിൾ ആണോ? അല്ല. മോയ്സ്ചർ പ്രൂഫ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പെർമനന്റ് വയറിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലേ ഇല്ല. കാരണം ക്ലീറ്റ് വയറിങ് നമ്മൾ പഠിച്ചപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ടെമ്പററി ഇൻസ്റ്റാളേഷൻസിന് മാത്രം യൂസ് ചെയ്യുന്നതാണെന്ന്. അപ്പോൾ അതിന്റെ കേസിൽ വയേഴ്സ് ഒക്കെ പുറത്തേക്കാണ് അല്ലേ. അപ്പൊ ആ സമയത്ത് നമുക്ക് ഫോൾട്ട് ലൊക്കേറ്റ് ചെയ്യാൻ ഈസിലി പറ്റും എന്നുള്ളതാണ് ക്ലീറ്റ് വയറിംഗ് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ഡി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വയറിംഗ് മെത്തേഡ് പ്രൊവൈഡ്സ് ബെസ്റ്റ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ. ഏതായിരിക്കും? മെറ്റൽ കോൺഡ്യൂട്ട് വയറിംഗ് ആയിരിക്കും ബെസ്റ്റ് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലീറ്റ് വയറിംഗ് എന്ന് പറയുന്നത് ടെമ്പററി ഇൻസ്റ്റാളേഷന് നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ്. അപ്പൊ റൂൾസിന്റെ കേസിൽ നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈറ്റിംഗ് ആൻഡ് പവർ സർക്യൂട്ട്സിന്റെ കേസിലാണ്. എത്ര വാട്ട് വരെയാണ് മാക്സിമം ലോഡ് വരുന്നത് എന്നുള്ളത്. ലൈറ്റിങ്ങിനാണെങ്കിൽ 800 വാട്ട് ആണ്, പവർ സർക്യൂട്ടിനാണെങ്കിൽ 3000 വാട്ട് അല്ലെങ്കിൽ 3 കിലോ വാട്ട് ആണ്. അതുപോലെ മാക്സിമം നമ്പർ ഓഫ് പോയിന്റ്സ് എന്ന് പറയുന്നത് ലൈറ്റിങ്ങിൽ 10 പോയിന്റ്സ് വരെ ആവാം, പവർ സർക്യൂട്ടിൽ 1 പോയിന്റേ പാടുള്ളൂ. ഓക്കെ, ഈ രണ്ട് ഭാഗത്തുനിന്ന് കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻ വരുന്നത് വളരെ കുറവ് തന്നെയാണ്. ഈ ഒരു പോർഷനിൽ നിന്ന് വരികയാണെങ്കിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിലോ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.